കാലവർഷം ശക്തമായിട്ടും നാളികേര കർഷകർക്ക് ആശ്വാസമില്ല. തമിഴ്നാട്ടിൽ കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയരുമ്പോൾ കേരളത്തിൽ വിപണി നിശ്ചലമായത് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. കാൽ നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ നാളികേര മേഖല കടന്നുപോകുന്നതെന്നാണ് കാർഷിക മേഖലയിലെ വിലയിരുത്തൽ. സാധാരണയായി കാലവർഷക്കാലത്ത് കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വില ഉയരാറുണ്ടെങ്കിലും ഇത്തവണ കേരളത്തിലെ വിപണി നിശ്ചലാവസ്ഥയിലാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയായി കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ കൊപ്ര വില കിൻഡലിന് 12,900 രൂപയിൽ തുടരുകയാണ്. മറുവശത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 15 ദിവസത്തിനിടെ വെളിച്ചെണ്ണയ്ക്ക് കിൻഡലിന് 1,650 രൂപയും കൊപ്രയ്ക്ക് 1,050 രൂപയും വില വർദ്ധിച്ചു. എന്നാൽ ഈ വിലക്കയറ്റത്തിന്റെ നേട്ടം കേരളത്തിലെ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വില വർദ്ധിപ്പിക്കാതെ മില്ലുടമകൾ ചരക്ക് സംഭരിക്കുകയാണെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. ഉൽപാദന ചെലവ് ഉയർന്ന സാഹചര്യത്തിൽ മെച്ചപ്പെട്ട വില പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് നിലവിലെ വിപണി സ്ഥിതി തിരിച്ചടിയായി. മഴ ശക്തമായോടെ തേങ്ങാവെട്ടലും കൊപ്ര നിർമ്മാണവും മന്ദഗതിയിലായിട്ടും വിപണിയിൽ ആവശ്യത്തിന് വിലക്കയറ്റം ഉണ്ടാകാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ ആയിരക്കണക്കിന് നാളികേര കർഷകരുടെ വരുമാനത്തെ ബാധിക്കുന്ന ഈ സാഹചര്യം വിപണിയിലെ അസാധാരണ പ്രവണതയായാണ് കാർഷിക വിദഗ്ധർ വിലയിരുത്തുന്നത്. വിലയിലെ അനിശ്ചിതത്വം തുടരുന്നത് കർഷകരുടെ ആശങ്കയും വർദ്ധിപ്പിക്കുകയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.